കോടി മനുഷ്യരുടെ ഇടയിൽ ഒരാളെ പോലെ വേറൊരാളുമില്ല. അങ്ങനെയില്ല. ഒരാളെ പോലെ വേറൊരാളില്ല. ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെയാണ്. നമ്മുടെ ഈ ഗുരുത്വക്കേടും എല്ലാം കൂടെ കൂട്ടിയാൽ ഈ സൈസ് ഒരെണ്ണത്തിന് ആഫ്രിക്കയുടെ മൂലയ്ക്ക് പോലും കിട്ടുന്നില്ല. കിട്ടും. ഇത് ഇവിടെ മാത്രമുള്ള ഐറ്റമാണ്. പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ കൂട്ടം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മളൊരു പെർഫ്യൂം മേടിക്കാൻ ഷോപ്പിൽ കയറും. ഓരോന്നും എടുത്ത് നമ്മളിങ്ങനെ പരമാവധി എത്ര ഉണ്ടാവും? 10-40 ഗന്ധമുള്ള എത്ര വലിയ ലുലുവായോ. പക്ഷെ നമ്മുടെ ഗന്ധം ആഫ്രിക്കയിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലുമില്ല. അതുകൊണ്ടാണ് പോലീസ് നായ നമ്മുടെ കുറെ കൃത്യമായിട്ട് പറയുന്നത്. വിരൽ മുദ്ര ഫോട്ടോ എന്നൊരു കാര്യമില്ല. ഇപ്പം വലിയ ഞാൻ സുന്ദരമാണെന്നൊക്കെ പറയുന്നവര് ആ പഴയ ആധാർ കാർഡ് എന്നിട്ട് നോക്കിയാൽ മതി. പൂച്ച വെള്ളം കുടിക്കുക അല്ലേ? വലിയ സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു ആധാർ എന്നെടുത്ത് നോക്കിയാൽ മതി. മനുഷ്യ വെള്ളം കുടിക്കില്ല. അതൊന്നും അല്ല ഐഡന്റിറ്റി. ഈ വിരൽ മുദ്ര ആരോ പറയുന്നത് പോലെ ആവർത്തനമില്ലാത്ത ഒരാളാണ്. നമ്മളെ പോലെ ഒരാൾ ജനിച്ചിട്ടില്ല, ഇനിയൊട്ട് ജനിക്കാനില്ല. ഇതാണ് യൂണീക്ക്നെസ്. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് തുടക്കത്തിൽ വായിക്കുന്നത്. അവന്റെ സ്വരൂപത്തിലും ഇമേജ് ഈസ് ഗിവൺ. ആ സ്വരൂപം കിട്ടിയതാ, സാദൃശ്യം ടു ബി ചോസൺ. അത് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇമേജ് ഈസ് ഗിവൺ, ലൈക്നെസ് ഈസ് ചോസൺ, ഷുഡ് ബി ചോസൺ. മനുഷ്യരെന്ന് പറയുന്നത് ഈ രൂപമാണ്. നമ്മളെ പോലെ വേറെ ആരുമില്ല. നമ്മളോട് നമ്മൾ തന്നെ പറയാം, അത്രമേൽ നമ്മെ അറിയുന്നുണ്ട് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. 139 സങ്കീർത്തനമൊക്കെ എടുത്തു വെച്ച കണ്ണ് അറിയും. എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നു. നമ്മുടെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. എന്റെ നിരൂപണം ഈ ദൂരത്ത് നിന്ന് എത്ര വലുതാണ്. ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ പറയരുത് എനിക്കറിയില്ല. അല്ലേ? ഇതൊന്ന് വായിച്ചിട്ട് ഈ സദസ്സിലിരിക്കുന്ന ഒറ്റൊരാളും എന്റെ പൊന്നു എങ്ങാതി പറയരുത് എനിക്കാരുമില്ലെന്ന്. ഓരോ ശ്വാസവും അങ്ങനെ പറയുന്ന വേറെ എന്ത് സംഗതിയാണുള്ളത്? അതുകൊണ്ട് ഈ കല്ലടപ്പള്ളിയിൽ ഇരിക്കുന്നവരാരും ദൈവം ഉണ്ടെന്ന് പറയും. എല്ലായിടത്തും ഇന്ന് എഴുതിയിരിക്കുന്നല്ലോ തമ്പുരാന്റെ വചനം. അത് വലുതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്രയും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ കൊച്ചു കൊച്ചു വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും അനുഭവിക്കാനാകത്തിലൊന്നും എന്റെ പ്രിയതമോടി സ്വർഗം നമുക്ക് തന്നിട്ടില്ല. ജീവിക്കാൻ ദൈവമുണ്ട് എന്ന് വാക്ക് മതി. അനുജീവിക്കാൻ ദൈവമുണ്ടല്ലോ എന്ന ബോധ്യം വേണം. അതുകൊണ്ട് ഈ കസേരയിലിരിക്കുന്ന ആരും ഞാൻ ഇനിയും ആവർത്തിക്കട്ടെ, ദൈവമുണ്ടെന്ന് പറയരുത്. ദൈവമുണ്ടല്ലോ. സങ്കീർത്തനത്തിലൊക്കെ പറയുന്നുണ്ട്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ പുസ്തകത്തിൽ എന്നെ കുറിച്ച്. എന്നിട്ട് എന്നാ സഹോദരി നീ പറയുന്നത്? എനിക്കറിയില്ല. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് എന്നാ? ഒരു മറുപടി പറയൂ. ദൈവം എന്നെ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് വർത്താനം പറയാലോ, ഇടയ്ക്ക് നിന്നോ ഇരുന്നോ ആരും. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് എന്നാ? ഉദരത്തിൽ. പഴയ നിയമത്തിൽ പറഞ്ഞൊക്കെ എങ്ങനെയാണ്? പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ, അങ്ങനെയൊക്കെയാ പറയണേ. അമ്മയുടെ ഉദരത്തിൽ ഒരു പോയിന്റിൽ ഒരൊറ്റ കോശമായിരുന്നു നമ്മള്. ആ കോശത്തിൽ തുടങ്ങിയതാണ്. ആ ഒറ്റ സിംഗിൾ സെൽ. ആ കോശത്തിനകത്ത് നമ്മുടെ ഉപ്പാപ്പന്റെ ചിരിയും മാവിയുടെ നടത്തവും വല്യപ്പന്റെ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നമുക്ക് അതിൽ നിന്ന് വന്നതാ. ഇതൊക്കെ അതിന് കയറി വന്നതാണ്. അതിന് സയൻസ് പറയും DNA ആണ്, എന്താ അതൊക്കെ പറയും. 46 പെയർ ഓഫ് ക്രോമോസോം ഒക്കെ പറയും. പക്ഷെ പഴയ നിയമം പറയും ഉദരത്തിൽ. പുതിയ നിയമം പറയുന്നത് അങ്ങനല്ല. എഫേസ്യ ലേഖനം 1:4 പറയും, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. എന്നാൽ ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് വി ആർ എലക്ടഡ് ഇൻ ക്രൈസ്റ്റ്. വലിയൊരു വിഷയമാണ്. അവനിൽ തിരഞ്ഞെടുത്തു. അതിലേക്കും പോകണില്ലേ സമയം? ലോക സ്ഥാപനത്തിന് ഉറക്കപ്പുറ. അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം പറ. ഇന്നലത്തെ മഴയത്ത് വിളിച്ചതല്ല നമ്മളെ ദൈവം എന്ന് തിരഞ്ഞെടുത്തത്. കണ്ടല്ലോ പഴയപാട്ട. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗ
വേളയിൽ